ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമ്മീഷണർ കൊല്ലാൻ ഏൽപ്പിച്ച അഞ്ജനയുടെ കുഞ്ഞ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള സത്യം അങ്ങനെ കമ്മീഷണർ അറിയാണ്. കമ്മീഷണറുടെ അച്ഛൻ തന്നെയാണ് അച്ചായനോട് പറഞ്ഞിട്ടുണ്ടാവുക, നിങ്ങൾ ആ കുഞ്ഞിനെ കൊന്നു കളയരുത്, അതിനുവേണ്ടി നിങ്ങൾക്ക് എത്ര പൈസ വേണമെങ്കിലും ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് കമ്മീഷണർ കൊടുത്ത പൈസയിനേക്കാളും ഇരട്ടി പൈസ അച്ചായന് കമ്മീഷണറുടെ അച്ഛൻ തന്നെ കൊടുത്ത ശേഷമാണ് കമ്മീഷണർ അറിയാതെ തന്നെ ആ കുഞ്ഞിനെ അച്ചായൻ്റെ ഒരു ബന്ധുവീട്ടിലുള്ളവർക്ക് വളർത്താൻ കൊടുക്കുന്നത്. ആ കുഞ്ഞിനെ വളർത്തി വലുതാക്കുന്നത് അച്ചായൻ്റെ ആ ബന്ധുവീട്ടുകാരായിരിക്കും. പക്ഷേ അച്ചായനും അച്ചായൻ്റെ ബന്ധുവീട്ടുകാർക്കും ഒന്നും തന്നെ 10 വയസ്സായപ്പോഴത്തേക്കും ആ കുഞ്ഞിനെ ഞങ്ങൾക്കാർക്കും നോക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലായിരുന്നു. ആ കുഞ്ഞ് ഞങ്ങളുടെ കൈപ്പടിയിലും ഞങ്ങൾ പറയുന്നതൊന്നും അനുസരിച്ച് വളരുന്ന ഒരു പ്രകൃതമായിരുന്നില്ല എന്നുള്ള കാര്യം കമ്മീഷണറോട് പറയണട്ടോ. അങ്ങനെ കമ്മീഷണർ തന്നെ ആകെ അന്തം വിട്, എന്താ ഇവർ ഈ പറയുന്നത് എന്നുള്ള ഭാവത്തിൽ കേട്ടോ. അങ്ങനെ അച്ചായൻ പറയുകയാണ്, ആ കുഞ്ഞ് ഒരു തൻ്റേടിയായിട്ടുള്ള ഒരു കുഞ്ഞ് തന്നെയായിരുന്നു, ആരോടും എന്തിനും പൊരുതി നിൽക്കാൻ കഴിവുള്ള ഒരു പെൺകുട്ടിയായിരുന്നു എന്നുള്ള കാര്യം കമ്മീഷണറോട് പറയാണ്. അങ്ങനെ കമ്മീഷണർ ആ കുട്ടി ഇപ്പം എവിടെയാണ് ഉള്ളത് എന്നുള്ള കാര്യമൊക്കെ ചോദിച്ചറിയാൻ കേട്ടോ. അച്ചായൻ ആ കുഞ്ഞിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കമ്മീഷണർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ കമ്മീഷണർ ആ കുഞ്ഞിനെ കാണാൻ പോകണം എന്നുള്ള ആ ഒരു തീരുമാനമെടുക്കുകയാണ് കേട്ടോ. പക്ഷേ കമ്മീഷണർക്ക് പെട്ടെന്നും ആ കുഞ്ഞിനെ ഒന്ന് കണ്ടുപിടിക്കാൻ കഴിയും. കുറേ നാളുകൾ കഴിഞ്ഞാൽ മാത്രമാണ് കമ്മീഷണർക്ക് ആ കുഞ്ഞിനെ കാണാൻ തന്നെ പറ്റുകയുള്ളൂ. അതുവരെ കമ്മീഷണർക്ക് ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ട് എന്ന് മാത്രമാണ് അറിയുകയുള്ളൂ. ആദ്യമായി ആ കുഞ്ഞിനെ കാണുന്നത് അർജുൻ തന്നെ ആയിരിക്കും കേട്ടോ. അർജുൻ അറിയുന്നത് തന്നെ, അർജുൻ ആ കുഞ്ഞിനെ കാണുമ്പോൾ തന്നെ അർജുൻ തന്നെ അതിശയിച്ചു പോവാണ്. പൂജയുടെ അതേ രൂപമുള്ള ആ ഒരു കുട്ടി തന്നെയായിരിക്കും, അതേ ഫേസുള്ള ആ ഒരു കുട്ടി തന്നെയായിരിക്കും പൂജയുടെ സഹോദരിയായിട്ട് വരുന്നത്. അങ്ങനെ പക്ഷേ പൂജയെ പോലെ തനി നാടൻ സ്വഭാവമുള്ള ഒരു പാവമായ ഒരു കുട്ടിയായിരിക്കില്ല, തൻ്റേടിയായിട്ടുള്ള ഒരു പെൺകുട്ടി തന്നെയായിരിക്കും. നല്ല ബോൾഡായിട്ട് പ്രതികരിക്കുന്ന, എല്ലാത്തിനും കഴിവുള്ള, ഇടിക്കാനും തൊഴിക്കാനും ഒക്കെ കഴിവുള്ള ഒരു പെൺകുട്ടിയായിട്ടായിരിക്കും ഈ കുട്ടി വരുന്നത്. അങ്ങനെ അപ്രതീക്ഷിതമായിട്ടാണ് പൂജയുടെ ഫേസുള്ള ആ കുട്ടിയെ അർജുൻ കണ്ടുമുട്ടുന്നതൊക്കെ കേട്ടോ. ഈ സമയത്ത് പൂജയാണെങ്കിലോ അർജുനോട് ഇങ്ങനെ ചോദിച്ചറിയാണ്, അല്ല അജുവേട്ടാ, ഇപ്പോൾ ആ കുട്ടി ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ പ്രായമായിരിക്കില്ലേ എന്നങ്ങ് ചോദിക്കേട്ടോ. അപ്പോൾ അർജുൻ പറയണ, അതെ, നിൻ്റെ അതേ പ്രായം തന്നെ ആയിരിക്കും ആ കുട്ടിക്കും. അല്ല അജുവേട്ടാ, ഇനിയിപ്പോൾ കമ്മീഷണർ ആ കുട്ടിയെ കൊല്ലാൻ ഏൽപ്പിച്ചു എന്നല്ലേ പറഞ്ഞത്, ഇനി കൊല്ലാൻ ഏൽപ്പിച്ച് ആ കുട്ടിയെ കൊന്നിട്ടില്ലെങ്കിലോ എന്നങ്ങ് ചോദിക്കുന്നുണ്ട് കേട്ടോ. അർജുനോട് പൂജ ചോദിക്കുമ്പോൾ അതിലൊരു സംശയം അർജുനും വരികയാണ്. അത് കേട്ടപ്പോൾ അർജുൻ പറയണേ, നിന്റെ ഈ സംശയം തള്ളിക്കളയാനൊന്നും പറ്റില്ല, എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അങ്ങനെ ഒരു കുട്ടി ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നമുക്ക് കണ്ടെത്താം. പക്ഷേ അത് ആരെയും അറിയിക്കാതെ വേണം കണ്ടെത്താൻ. കാരണം അത് എല്ലാവരെയും അറിയിച്ചു കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും അങ്കിളിൻ്റെയും ആൻറ്റിയുടെയും ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യമൊക്കെ അർജുൻ പൂജയോട് പറയാണ്. ഈ സമയത്ത് കമ്മീഷണർ ആണെങ്കിലോ അഞ്ജനയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. അപ്പോൾ സ്വത്തിൻ്റെ കാര്യത്തിലൊക്കെയുള്ള കാര്യങ്ങൾ അരവിന്ദൻ ചോദിച്ചറിയാൻ കേട്ടോ. അരവിന്ദനും 2 മക്കളും കൂടി ചോദിച്ചറിയാണ്. അങ്ങനെ കമ്മീഷണറുടെ നേരെ അഞ്ജനയും അങ്ങ് ചൂടായി കൊണ്ടാണ് കേട്ടോ സംസാരിക്കുന്നത്. കമ്മീഷണർ എൻ്റെ മോളെ കൊന്നു എന്ന് അറിഞ്ഞ ആ ഒരു ദുഃഖത്തിലാണ് അഞ്ജന ഉണ്ടാവുക. മഹാഭാപിയാണ് നിങ്ങളേനെ ഞാൻ എത്രത്തോളം അധികം വിശ്വസിച്ചു, സ്നേഹിച്ചു എന്നൊക്കെ അങ്ങനെ അഞ്ജന ചൂടായി കൊണ്ട് തന്നെ കമ്മീഷണറോട് പറയാണ്. എന്നിട്ട് കമ്മീഷണറുടെ കോളർ പിടിച്ചിട്ട് അഞ്ജന ചോദിക്കുന്നുണ്ട്, മഹാപാപി തന്നെയാണ്, എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ കൊന്നില്ലേ എന്നൊക്കെ കരഞ്ഞുകൊണ്ട് തന്നെ അഞ്ജന കമ്മീഷണറുടെ കോളർ പിടിച്ച് ചോദിക്കുമ്പോൾ, ഇല്ല, നിവർത്തിക്കെട്ട കമ്മീഷണർ അങ്ങ് ആ സത്യം പറയാനിട്ട്, ഇല്ല, നിൻ്റെ കുഞ്ഞ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നങ്ങ് പറയട്ടോ. അത് കേട്ടതോടുകൂടി അരവിന്ദനും 2 മക്കളും അഞ്ജനയും ഒക്കെ അങ്ങ് ഷോക്കായി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെയുള്ള ഒരു എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ പൂജയുടെ ഫേസുള്ള സഹോദരിയെ ഇന്ന് കാണിക്കുന്നതായിരിക്കും.